ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബ്സിനി വേൾഡിലേക്ക് സ്വാഗതം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വലിയ ജീവികളെല്ലാം ജീവിച്ചിരുന്നു. നാം പഠിച്ചതെല്ലാം ഡൈനോസറുകളെ കുറിച്ചാണല്ലേ. പക്ഷേ ചില കഥകൾ നമ്മോട് പറയുന്നത് അതിനേക്കാൾ വലിയതും ശക്തവുമായ മറ്റൊരു ജീവിയും ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ട്രോൾ. അന്ന് മനുഷ്യനില്ലായിരുന്നു, പ്രകൃതിയാണ് രാജാവായിരുന്നത്. ട്രോളുകൾ പർവ്വതങ്ങളിലും കാടുകളിലുമായിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷേ അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. സൂര്യപ്രകാശം അവർ കേൾക്കാനേ പാടില്ല. അതുകൊണ്ട് പകലെല്ലാം എവിടെയോ ഒളിച്ച് ജീവിച്ച് രാത്രിയായിരുന്നു അവർ പുറത്തിറങ്ങിയിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എങ്ങോട്ടെന്നറിയില്ല അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് നാം നിൽക്കുന്നത് 2025-ലാണ്. മനുഷ്യൻ മലകളെ തുരന്ന് കോറികൾ നിർമ്മിച്ചു. ഭൂമിയെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം. ട്രോൾസ് അവർ തിരിച്ചു വന്നാൽ എങ്ങനെയിരിക്കും? ഒരു ദിവസം ഭൂമിക്കടിയിൽ നിന്ന് എന്തോ ഒന്ന് ഉയർന്നു വന്നു. വലിയൊരു ചൂളവെയിലായിട്ടോ ഭൂകമ്പമായിട്ടോ അല്ല. ആ രൂപത്തെ ആരും കണ്ടില്ല. അവർ കണ്ടതെല്ലാം അതിന്റെ കാൽപാദങ്ങൾ മാത്രം. വലിയ കാൽപാദങ്ങൾ. സോൾജിയേഴ്സ്, ഗവൺമെന്റ്, ശാസ്ത്രജ്ഞർ എല്ലാവരും ഒരേ സ്വരത്തിൽ, എന്താണത്? ഒരു പ്രകൃതി ദുരന്തമോ അതോ ഒരു ജീവിയോ? കുറച്ചധികം ഗവേഷണത്തിന് ശേഷം അവർക്ക് മനസ്സിലായി, ട്രോൾസ് അത് തിരിച്ചു വന്നിരിക്കുന്നു. ട്രോൾസ് ശരിക്കും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ എന്ന് ഈ ഒരു കഥ കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും. എന്നാ പിന്നെ ആ കഥ അങ്ങ് കേട്ടാലോ? സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സാബ്സിനി വേൾഡ്. നമ്മുടെ കഥാനായികയായ നോറ, അവൾ ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണ്. തന്റെ അച്ഛനായ തോബിയാസിന്റെ കൂടെ ഹിൽ ക്ലൈംബിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്വഞ്ചർ ആയിട്ട് ഈ മലയൊക്കെ കയറൂലേ, ആ ഒരു പരിപാടി. ഈ ലോകത്ത് അവൾക്ക് കൂട്ടായിട്ട് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മലയൊക്കെ കയറുന്ന സമയത്ത് ചെറുതായിട്ട് അവളുടെ കാലൊക്കെ സ്ലിപ്പായി ഒന്ന് താഴോട്ട് പോകും. പക്ഷെ തോബിയാസ് ആണെങ്കിൽ അവൾ രക്ഷിക്കാനൊന്നും വരില്ല. കാരണം വേറെ ഒന്നുമില്ല, അവൾക്ക് സേഫ്റ്റി ആയിട്ട് ആ റോപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ നോറ അവൾ എങ്ങനെയൊക്കെയോ മേലോട്ട് ആ മലയുടെ മുകളിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് അച്ഛനോടൊരു ഡയലോഗും, പിന്നെ നിങ്ങൾക്കാണ് പ്രായമായത്, ഞാനിപ്പോഴും ചെറുപ്പാണ്, എന്നെ എവിടെ ഇട്ടാലും എനിക്ക് ഒറ്റക്കൊക്കെ ജീവിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. തോബിയാസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് തോബിയാസ്. ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു ട്രോൾസിനെ കുറിച്ച്, ഡൈനോസേഴ്സിനെ പോലെ തന്നെ ജീവിച്ചിരുന്നൊരു ജീവിയുണ്ട് എന്ന്. ആ ഒരു ഐതിഹ്യത്തിൽ നമ്മൾ തോബിയാസ് വിശ്വസിക്കുന്നുണ്ട്. മാത്രല്ല തന്റെ മകൾക്കൊരു മല കാണിച്ചു കൊടുത്ത് അവൻ ഇങ്ങനെ പറയും, മോളെ നീ അങ്ങോട്ടേക്കൊന്ന് നോക്ക്, ആ ഒരു മലയുണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് ട്രോൾസ് കിടന്നുറങ്ങുന്നുണ്ട്. സാധാരണ മനുഷ്യർക്കൊന്നും അവരെ കാണാനും പറ്റില്ല. നമ്മൾ എപ്പോഴാണ് അവരിൽ വിശ്വസിക്കുന്നത് അപ്പൊ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നോറയാണെങ്കിലോ അവൾക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ലാത്ത മട്ടില് ചെറുതായിട്ടൊന്ന് ചിരിക്കും. നോറക്ക് അതിൽ വിശ്വാസമില്ല എന്ന് മനസ്സിലാക്കിയ തോബിയാസ്, ട്രോൾസ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നീ ഒന്ന് അങ്ങോട്ടേക്ക് നോക്ക്, അപ്പൊ നീ അവരെ കാണുന്നു പറയും. ഏതായാലും തന്റെ അച്ഛൻ പറഞ്ഞതല്ലേ, എന്നാ പിന്നെ അതൊന്ന് പരീക്ഷിക്കാന്നും പറഞ്ഞ് നോറ മലയിലേക്ക് നോക്കുമ്പോ ഒന്നല്ല ഒരുപാട് ട്രോൾസ് അവിടെ കിടക്കുന്നതായിട്ട് അവൾക്ക് തോന്നും. ഈ ഒരു സീൻ അവിടെ കട്ടായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നോറ, അവളിപ്പോ കുട്ടിനോറയല്ല, അവളിപ്പോ ഒരു പ്രൊഫസറാണ്. പ്രൊഫസർ എന്ന് പറഞ്ഞാല് മണ്ണോട് മണ്ണായി പോയ ഈ ഡൈനോസേഴ്സിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സയന്റിസ്റ്റുകളില്ലേ, അങ്ങനെയുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അവളിപ്പോ. പിന്നെ നോറയുടെ സുപ്പീരിയർ വന്നിട്ട് അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല നോറ, ഇതിപ്പോ കുറെ ആയാലും നമ്മളിവിടെ കുഴിക്കാൻ തുടങ്ങിയിട്ട്, നീയല്ലേ പറഞ്ഞത് നിനക്ക് ഡൈനോസേഴ്സിന്റെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ, ഇവിടെ ഒരു മണ്ണാങ്കട്ടയില്ല, നമുക്ക് എന്തായാലും ഈ പ്രൊജക്ട് നിർത്തിവെക്കാന്ന് പറയുമ്പോ നോറയാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വീണ്ടും കിളച്ചുകൊണ്ടേയിരിക്കും. മാത്രല്ല അല്പസമയം കഴിഞ്ഞപ്പോ അവൾ കുഴിച്ച അതേ സ്ഥലത്ത് ഡൈനോസറിന്റെ അവശിഷ്ടമൊക്കെ അവൾക്ക് കിട്ടും. ആ ഒരു സന്തോഷത്തില് അവൾ അവളുടെ സുപ്പീരിയറോട് പറയും, സാറേ നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ വാക്കും കേട്ടി പ്രൊജക്ട് നിർത്തിവെച്ച് പോയിരുന്നെങ്കിൽ നമ്മൾ പാതിയിൽ ഉപേക്ഷിച്ച പോലെ ആയിരുന്നില്ലേ, ഇപ്പൊ നോക്ക് ദേ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഗമയിലൊക്കെ ഇങ്ങനെ ചിരിക്കും. ഇതേ സമയം നോർവേയിലെ ഡോറെ എന്ന് പറഞ്ഞ് ഒരു മലയുണ്ട്. അവിടെ കുറച്ച് വർക്കേഴ്സ് തുരങ്കെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തുരങ്കം നിർമ്മിക്കുക എങ്ങനെയാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു കല്ലുമല്ല, അതൊരു ബോംബൊക്കെ വെച്ച് പൊട്ടിച്ചാണ് തുരങ്കം നിർമ്മിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ അവിടെ സമരമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഓഫീസേഴ്സ് ബോംബെല്ലാം വെച്ച് സമരം ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ ആ റിമോട്ട് കാണിച്ചു കൊടുത്ത് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യും. അങ്ങനെ അവർ തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗം തീർത്തു കഴിഞ്ഞു. ഇനി ബാക്കിയും കൂടെ തീർക്കാനായി വീണ്ടും ബോംബ് വെക്കണല്ലോ. കുറച്ച് ആളുകൾ അതിനായിട്ട് അകത്തേക്ക് പോകും. അവരാരും പ്രതീക്ഷിക്കാതെ ആ ഒരു സംഭവം നടക്കുകയാണ്. ഭൂമി കുലുക്കോ അതോ പ്രകൃതി പ്രതികരിച്ചതോ എന്തെന്നറിയില്ല, അവർ നിർമ്മിച്ച ആ തുരങ്കത്തിന്റെ ഉള്ളിൽ നിന്നും കംപ്ലീറ്റ് പാറക്കഷ്ണങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് അതിനകത്ത് പ്രവേശിച്ച എല്ലാ വർക്കേഴ്സിനെയും കൊന്നൊടുക്കി വലിയൊരു സ്ഫോടനം നടക്കുന്നുണ്ട് അവിടെ. ആർക്കും അതെന്താണെന്നുള്ളതൊന്നും മനസ്സിലാകും
മനസ്സിലാകുന്നില്ല. രാജ്യത്തിന് നടക്കിയ ഒരു സംഭവമാണല്ലോ ഇപ്പൊ നടന്നത്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കും. കുറെ സയന്റിസ്റ്റും സോൾജിയേഴ്സും നോർവേ എന്ന് പറഞ്ഞ ആ രാജ്യത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന എല്ലാ വ്യക്തികളും ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ വെക്കുകയാണ്. അല്ല, ഇതിപ്പോലെ ഭൂകമ്പാണോ അതോ ഭൂമിക്കകത്തുള്ള ആ ഗ്യാസ് ഉണ്ടല്ലോ അത് പൊട്ടിത്തെറിച്ചതോ? അങ്ങനെയൊക്കെ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പ്രൈം മിനിസ്റ്റർ അവർ ഈ മീറ്റിംഗിന് വരുന്നതിന്റെ തൊട്ട് മുമ്പ് പി ആയിട്ടുള്ള ആൻഡ്രിയാസ് ഉണ്ട്, അവനോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തോ ഒരു അപകടം സംഭവിച്ചു എന്നല്ലേ അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് ഭൂമിയെ കുറിച്ചെല്ലാം അറിയുന്ന ഒരു പ്രൊഫസർ കൂടെ വേണമെന്ന്. മറ്റാരെയല്ല, അത് നമ്മുടെ നോറയാണ് അവർ കണ്ടുപിടിച്ചത്. അങ്ങനെ ആൻഡ്രിയാസ് നോറയെ പിക്ക് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ പറഞ്ഞയക്കും. ഇതേ സമയം നോറയും അവളുടെ ടീമും ഡൈനോസറിന്റെ അവശിഷ്ടം കിട്ടിയതുകൊണ്ട് അവരുടെ പ്രൊജക്ട് സക്സസ്ഫുൾ ആയില്ലേ, അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോഴാണ് കേട്ടോ ആ ഹെലികോപ്റ്റർ വരുന്നത്, നോറയെ പിക്ക് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ. മാത്രല്ല അതിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഓഫീസർ നോറയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. എന്തോ ഒരു ശക്തി ഭൂമിയിൽ നിന്ന് വന്നിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ നിങ്ങളോട് ഈ പ്രൊജക്ട് എല്ലാം ഇവിടെ നിർത്തിവെച്ച് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. നോറയാണെങ്കിൽ പ്രൊജക്ട് ഇപ്പൊ ഒന്ന് റെഡി ആയിട്ടുള്ളൂ, ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണല്ലേ. പ്രൈം മിനിസ്റ്ററുടെ വാക്ക് അവൾക്ക് നിരസിക്കാനും പറ്റില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആ ഹെലികോപ്റ്ററിൽ കയറി അവൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. ആ മീറ്റിംഗ് നടക്കുന്ന ആ ഓഫീസിലോട്ട് അവിടെ എത്തിയ നോറയെ സ്വീകരിക്കാനായിട്ട് ആൻഡ്രിയാസ് ഉണ്ട്, നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ PA. അവൾ ആൻഡ്രിയാസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പ്രൊജക്ട് ഒന്ന് സക്സസ് ആയതാണ്, അത് പാതിയിൽ നിർത്തിവെച്ചിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്, എന്ത് തേങ്ങയാണ് നിങ്ങൾ കണ്ടത്? അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ആൻഡ്രിയാസ് ആണെങ്കിലോ എന്താ സംഭവം എന്നുള്ളത് നീ തന്നെ നേരിട്ട് കണ്ടോ? പ്രൈം മിനിസ്റ്ററും എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് ആ മീറ്റിംഗ് റൂമിലോട്ട് അവളെ കൊണ്ടുപോകും. പിന്നെ അവിടെയുള്ള ഓഫീസേഴ്സ് അറ്റാക്ക് നടന്ന ആ സ്ഥലത്തിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് അവിടെ മൈനിങ് നടന്നുകൊണ്ടിരിക്കെ എന്തോന്ന് സംഭവിച്ചു, ഭൂമി ഉലുക്കാണോ അതോ ഇനി വല്ല മീഥേൻ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചാണോ എന്ന് അറിയില്ല, എന്തായാലും നീ ഒന്ന് പരിശോധിക്കുമെന്ന് പറയുമ്പോ നോറ് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് പറയും, അല്ല നിങ്ങൾക്ക് ഈ ഫുട്ടേജ് കണ്ടിട്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ച പോലെയാണ് തോന്നിയത്? എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇതെന്തോ ഒരു ജീവി മലയുടെ അകത്ത് നിന്ന് വന്നതാണെന്ന് പറയും. നോറയുടെ ആ മറുപടി കേട്ടിട്ട് എല്ലാവരും അവളെ കളിയാക്കും. ഇത്രയും വലിയ എക്സ്പ്ലോഷൻ ഒക്കെ നടത്താൻ ഏത് ജീവിയാണ് ഈ കാലത്ത് ജീവിക്കുന്നത്? ആകെ ഈ ലോകത്തുണ്ടായിരുന്നത് ഡൈനോസേഴ്സ് ആണ്. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഒട്ടനവധി കാലം കഴിഞ്ഞു. പിന്നെ നീ ഏത് ജീവിയെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കേ അങ്ങോട്ടേക്ക് സിഗ്രിഡ് എന്ന് പേരുള്ള ഒരു ലേഡി ഓഫീസർ വരും. മാത്രല്ല നേരത്തെ ഞാൻ പറഞ്ഞില്ല മൈനിങ് നടന്നപ്പോ അവിടെ കുറച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന്, അവരെടുത്തൊരു ഫൂട്ടേജ് അങ്ങ് കാണിച്ചു കൊടുക്കും. ആ എക്സ്പ്ലോഷൻ നടന്ന ആ സമയത്തുള്ള ഫൂട്ടേജ് അതിങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കെ ട്രോൾ എന്ന് പറയുന്ന ആ ഒരു ജീവിയെ നോറ കാണും. മാത്രല്ല അവിടെയുള്ളവർക്കെല്ലാം അത് കാണിച്ചു കൊടുക്കുകയും ഇതൊരു മീഥേൻ ഗ്യാസ് പൊട്ടിത്തെറിച്ചതുമല്ല, ഈ ഒരു ജീവിയാണ് മലയുടെ അകത്ത് നിന്നും പുറത്തേക്ക് വന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ എന്ന് പറയും. ഇത് കേട്ട ഉടനെ എല്ലാവരും അന്തം വിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. ഇതേ സമയം ലെസ്ജ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വൃദ്ധനും തന്റെ ഭാര്യയും ചായയും ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കഴിക്കാനായി നിൽക്കുമ്പോ ചുറ്റുപാടുള്ള സാധനങ്ങളും വീടും എല്ലാം ഇങ്ങനെ കുലുങ്ങുന്നതായിട്ട് തോന്നും. എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ തന്റെ ഭാര്യയെയും കൂട്ടി അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും. പുറത്തവരുടെ നായ്ക്കുട്ടിയാണെങ്കിൽ എന്തോ ഒന്ന് കണ്ട് പേടിച്ചതുപോലെ ഇങ്ങനെ കുരക്കുന്നുണ്ട്. മിണ്ടാപ്രാണികൾ അങ്ങനെയാണല്ലോ, അരുതാത്തതൊക്കെ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അറിയാനുള്ള കഴിവൊക്കെ അല്ലേ അവർക്ക്. അങ്ങനെ ഈ നായ്ക്കുട്ടി പേടിച്ച് തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കിടക്കും. അണ്ടർഗ്രൗണ്ടിൽ സേഫ് ആയിരിക്കുന്ന അവര് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കും, ടും ടും, ആരോ നടന്നു പോകുന്ന പോലെ. ശബ്ദമെല്ലാം മാഞ്ഞു മറഞ്ഞു പോയപ്പോ അവര് പുറത്തേക്ക് വരും. പക്ഷേ അവര് കണ്ടതോ ഇത്രയും കാലം നയിച്ചുണ്ടാക്കിയ ആ വീടും സ്ഥലവും എല്ലാം നശിച്ചു കിടക്കുന്ന കാഴ്ച. ലെസ്റ്റയിൽ നടന്ന ഈ ഒരു സംഭവം കൂടി പ്രൈം മിനിസ്റ്റർ അറിയും. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രൈം മിനിസ്റ്റർ നോറയ്ക്ക് അടുത്ത ഓർഡർ കൊടുക്കും. വേറൊന്നുമല്ല, ആ ഒരു സ്ഥലത്ത് പോയിട്ട് കൂടുതൽ അന്വേഷിക്കാനായിട്ട്. അങ്ങനെ നോറയും ആൻഡ്രിയാസും ലെസ്ജയിലേക്ക് ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കെ താഴെ തകർന്ന് തരിപ്പണമായ ആ വീട് കാണും. ഇതെന്ത് ജീവിയാണ് ഇങ്ങനെ ആക്രമിച്ചത് എന്നൊക്കെ പരസ്പരം സംസാരിച്ച് അവരിങ്ങനെ താഴോട്ടിറങ്ങി അവരെ സ്വീകരിക്കാനായിട്ട് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞൊരു സോൾജിയർ ഉണ്ട്. അവൻ അവർക്ക് ഈ സംഭവമൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കും. ആ വൃദ്ധനും അയാളുടെ ഭാര്യയും കേട്ട ആ ശബ്ദത്തെക്കുറിച്ചും പിന്നീട് അവിടെ നടന്ന ആ സംഭവത്തെക്കുറിച്ചുമെല്ലാം. മാത്രല്ല ക്രിസ്റ്റഫർ അവരെ ആ ജീവിയുടെ കാൽപാദം പതിഞ്ഞ ആ സ്ഥലവും കൂടെ കാണിച്ചു കൊടുക്കും. നോറ നേരെ ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങും. കുഴി എന്ന് പറഞ്ഞാല് ആ ജീവിയുടെ കാൽപാദം പതിഞ്ഞ ഭാഗത്ത് ഒരു 3 അടിയോളം താഴ്ചയുള്ള കുഴിയായിട്ടുണ്ട്. പിന്നെ അവളുടെ കയ്യിലുള്ള ഒരു ടൂൾ ഉണ്ട്, ഈ അൾട്രാ വയലറ്റ് റേസ് ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു ടൂള്. അത് വെച്ചിട്ട് അത് ഏത് ജീവിയാന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു ജീവിയുടെ പ്രസൻസ് പോലും അവൾക്ക് കിട്ടില്ല. മറിച്ച് അത് വെറും മണ്ണും കല്ലും നിറഞ്ഞ എന്തോ ഒരു സംഭവമാണെന്ന് മാത്രം മനസ്സിലാകും. അവര് 3 പേരും ഹെലികോപ്റ്ററിലൊക്കെ കയറി ആ ഒരു കാൽപാദത്തിന് തുടർന്ന് ഇങ്ങനെ പോകുകയാണ്. നമ്മുടെ ക്രിസ്റ്റഫർ തെർമോമീറ്റർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ആ ജീവി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എവിടെയും മറിഞ്ഞിരിക്കാന്നൊക്കെ അറിയാനായിട്ട്. കാൽപാദം കുറച്ചു ദൂരം പോയെങ്കിലും അത് എങ്ങോ മറഞ്ഞതുപോലെ അപ്രത്യക്ഷമായി മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ നോറയുടെ മനസ്സിൽ ഒരു കാര്യം സ്ട്രൈക്ക് ആവും. വേറെ ഒന്നുമല്ല, അവളുടെ അച്ഛൻ പണ്ട് പറഞ്ഞു കൊടുത്ത ഒരു കഥ, ട്രോൾസിന്റെ കഥ. സൂര്യപ്രകാശം ഏൽക്കാത്ത സമയത്ത്
ഭൂമിയിൽ ഇറങ്ങി സഞ്ചരിക്കുകയും സൂര്യൻ അവരുടെ ദേഹത്ത് പതിയുന്ന ആ സമയത്ത് എല്ലാം മലയായി മാറുന്നു പറഞ്ഞിട്ടില്ലേ ആ ഒരു കഥ. അങ്ങനെ പിന്നെ അവർ ഒരു കാര്യം തീരുമാനിക്കും. നോറയുടെ ഫാദറായ ടോബിയാസിനെയും കൂടെ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തണം. അത് തീരുമാനിച്ചത് നോറയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാരും കൂടെ തോബിയാസ് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഞാൻ മുൻപ് പറഞ്ഞില്ല തോബിയാസ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന്. അവന് മുൻപ് ഈ ട്രോൾസിനെ കുറിച്ചൊക്കെ അവിടെയുള്ള രാജാക്കന്മാരെ അറിയിച്ചതാണ്. പക്ഷേ എല്ലാവരും തോബിയാസിന് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് അവനെ ജനങ്ങൾ വസിക്കുന്ന ആ സ്ഥലത്ത് നിന്നും താമസിക്കാനുള്ള പെർമിറ്റ് എല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തോബിയാസ് ഇപ്പൊ ആരും വസിക്കാത്തൊരു സ്ഥലത്ത് പോയിട്ടാണ് താമസിക്കുന്നത്. നോറയും ആൻഡ്രിയാസും ആ വീടിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഏതോ ആളുകളെ തോബിയാസിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതാന്ന് വിചാരിച്ച് ഒരു ഗണ്ണെല്ലാം എടുത്ത് പുറത്തേക്ക് വന്ന് തോബിയാസ് അവർക്ക് നേരെ ചൂണ്ടു. നോറ തന്റെ മകളാണെന്ന കാര്യം പോലും തോബിയാസിന് അപ്പൊ ഓർമ്മ ഉണ്ടാകില്ല. കാരണം വേറെ ഒന്നുമല്ല, തോബിയാസ് തന്റെ മകളെ വിട്ടുപോയപ്പോ അവള് ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പൊ അവള് ചെറിയ കുട്ടിയല്ലല്ലോ. അങ്ങനെ നോറ അച്ഛ ഇത് ഞങ്ങളാണ്, ഒരു കാര്യം പറയാൻ വന്നതാന്നൊക്കെ പറഞ്ഞിരിക്കെ തോബിയാസ് പതിയെ കെണ്ണ് താഴ്ത്തുമ്പോ ക്രിസ്റ്റഫർ ദേ വരുന്നു. സോൾജിയറിന്റെ വസ്ത്രമാണല്ലോ അവൻ ധരിച്ചിട്ടുള്ളത്. അത് കണ്ട ഉടനെ വീണ്ടും അയാൾ കണ്ണ് ചൂണ്ടു. നോറ വീണ്ടും അച്ഛ അവന് ഞങ്ങളുടെ കൂടെയുള്ളതാണ്, നിങ്ങളെ ആക്രമിക്കാൻ വന്നതല്ല, ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് ആള് താമസിക്കുന്ന ആ വീടിനകത്തോട്ട് പോകും. അകത്തെത്തിയ അവർക്ക് ട്രോൾസിനെ കുറിച്ചും താൻ ഗവേഷണം നടത്തിയ കുറിച്ചും എല്ലാം തോബിയാസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ സമയത്താണ് നോറയുടെ മറുപടി, അച്ഛ ആ ട്രോൾസ് അവർ തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടണലിൽ നടന്ന സംഭവം ആ വൃദ്ധന്റെ വീട്ടിൽ നടന്ന സംഭവം എല്ലാം വിവരിച്ചു കൊടുക്കും. ഇതൂടെ കേട്ടപ്പോ തോബിയാസിന് ഒരു കണക്കിന് സന്തോഷാവൂട്ടോ. അവസാനം ഗവൺമെന്റ് തന്റെ ഹെൽപ്പിനായി വന്നല്ലോ എന്നൊക്കെ. പിന്നെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അവരെല്ലാരും കൂടെ ചേർന്ന് നേരത്തെ അവർ ലാസ്റ്റ് കണ്ട ആ കാൽപാദത്തിന്റെ അവിടെ എത്തും. തോബിയാസ് ആ ഹെലികോപ്റ്റർ അവിടെ താഴത്തി ഇറക്കാൻ പറയും. അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട്. അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കെ ഈ കാണുന്ന പാറയൊന്നും സാധാരണ പാറയല്ല, എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോബിയാസ് നോറയോട് പറയും. അപ്പോഴാണ് കേട്ടോ ആ ട്രോള് പതിയെ കണ്ണുറക്കുന്നത്. ആ കാഴ്ച കണ്ട നോറ തന്റെ അച്ഛനെ അവരെ അറിയിക്കും. മാത്രല്ല അവരെല്ലാരും കൂടെ ഓടടാ ഓട്ടം. എങ്ങോട്ടേക്ക്? ആ ഹെലികോപ്റ്ററിലോട്ട്. തോബിയാസിന് അപ്പൊ അതൊന്നും പരിശോധിക്കല്ലോ വേണ്ടത്. അവരെല്ലാരും വേഗം ഹെലികോപ്റ്ററിൽ കയറി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടും. പക്ഷെ അവര് കണ്ട ആ കാഴ്ച, പൊതുവെ ഒരു ആനയൊക്കെ നമ്മുടെ മുമ്പിൽ പെട്ടാ പോലും നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല അല്ലെ. ഇത് ഏകദേശം 100-110 അടിയോളം വരും എന്നൊക്കെ ഇങ്ങനെ തോബിയാസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇവര് 4 പേരുണ്ടല്ലോ, അവര് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു ട്രോളാന്നുള്ള കാര്യം വിശ്വസിച്ചിട്ടുണ്ടാകുക. അങ്ങനെ അവരെല്ലാവരും ആ മീറ്റിംഗ് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോ നോറ തോബിയാസിനോട് ഒരു കാര്യം പറയും. അച്ഛാ നിങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് കുറെ ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ടാകും, അവരോട് ഒരിക്കലും അത് ട്രോളാണെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നിങ്ങൾ ട്രോളാന്ന് പറഞ്ഞപ്പോ ഉണ്ടായ അനുഭവമല്ലേ, നിങ്ങളെ മാറ്റി പാർപ്പിച്ച സംഭവം അതേപോലെ വീണ്ടും സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും ട്രോൾസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ പറയരുതെന്ന് പറയും. ഒഫീഷ്യൽസിനെ കണ്ട അവളുടെ അച്ഛനുണ്ടോ അതെല്ലാം മറച്ചു വെക്കുന്നു. അയാൾ വീണ്ടും ആ ഒരു കാര്യം തന്നെ പറയും. പിന്നെ ആ കണ്ടത് ട്രോൾസ് ആണ്, അവരാണ് കേട്ടോ ആ മൈനിങ്ങിന്റെ അവിടെ അറ്റാക്ക് ചെയ്തതും ആ വൃദ്ധന്റെ വീട് അറ്റാക്ക് ചെയ്തതും എല്ലാം. ഇത് കേട്ട ഒഫീഷ്യൽസോ ഏതാണ് ഈ ഭ്രാന്തൻ, അയാളെ ഇപ്പൊ തന്നെ അവിടെ നിന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് തോബിയാസിന് അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. പിന്നെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ക്രിസ്റ്റഫറിനോട് നീ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇതും ഉപയോഗിച്ചോ, ആ ജീവി ഇനി ഈ ലോകത്ത് ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ നേരത്തെ തോബിയാസിന് ഗെറ്റ് ഔട്ട് അടിച്ച ആ ഒരു ഒഫീഷ്യൽ ഇല്ലേ, അയാൾ നമ്മുടെ നോറയോട് പിന്നെ നിന്നെ വിളിച്ച കാര്യമൊക്കെ കഴിഞ്ഞുട്ടോ, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട, നീ നിന്നെ നിർത്തിവെച്ച പ്രൊജക്റ്റോ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞ് അവളെയും പറഞ്ഞയക്കും. നോറയ്ക്കാണെങ്കിൽ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാക്കാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് അവള് നേരെ ആൻഡ്രിയാസിനെയും കൂട്ടി അവളുടെ അച്ഛന്റെ അടുത്ത് പോയി, അച്ഛ നിങ്ങൾ എന്ത് ഭ്രാന്താണ് അവിടെ കാണിച്ചത്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും പറയരുത് എന്ന്. ഇപ്പൊ എന്തായി, ഞങ്ങൾ ആ ടീമിൽ നിന്ന് പുറത്താക്കിയില്ലേ, ഇനിയിപ്പോ അവർ ആ ട്രോളിനെ നശിപ്പിക്കും, അതിനായിട്ടുള്ള മിഷനാണ് ഇപ്പൊ അവർ എടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കെ നമ്മുടെ തോബിയാസ് ആണെങ്കിൽ പൊന്നുമോളെ ആ ട്രോളിനെ ഇവരുടെ എന്ത് ആയുധം വെച്ചിട്ടാണെങ്കിലും അവർക്ക് അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതിനൊരു ട്രിക്ക് ഉണ്ട്, അത് നിന്റെ ഈ അച്ഛന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളും കൂടെ ആ ഒരു ടീമിൽ കയറി പറ്റണം, നമുക്ക് വേഗം ചെന്ന് ക്രിസ്റ്റഫറിനെ പോയി കാണാമെന്നും പറഞ്ഞ് അവർ നേരെ ക്രിസ്റ്റഫറിന്റെ അടുത്തേക്ക് പോകും. നോറ പിന്നെ സൂത്രക്കാരിയാണല്ലോ, അവള് നേരെ ക്രിസ്റ്റഫറിനോട് ഏതായാലും ഇത്രത്തോളായി, എനിക്ക് അതിന്റെ കുറച്ച് പിക്ചേഴ്സും കൂടെ എടുക്കാനുണ്ട്, ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടിയാണ്, ഞാനും പോരട്ടെ എന്നൊക്കെ ചോദിക്കും. ക്രിസ്റ്റഫർ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും നോറ കുറെ തവണ സംസാരിച്ചപ്പോ അവരെ കൂടെ കൊണ്ടുപോകാൻ ക്രിസ്റ്റഫർ സമ്മതിക്കും, ഒരു നിബന്ധനയുടെ പേരിൽ മാത്രം. എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല, ഞാനും എന്റെ ടീമും ആ ട്രോൾസിനെ നേരിട്ടോളാം, നിങ്ങൾ ചുമ്മാ കാണികളായി നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടെ കൂട്ടി ആ ട്രോൾസിനെ കൊല്ലാനായിട്ട് പോകും. അവനറിയില്ലല്ലോ ഇനി വരാൻ പോണ ദുരന്തം എന്താന്നുള്ളത്. ഏതായാലും ഈ ട്രോളിനെ കൊല്ലാനായിട്ടുള്ള എല്ലാ സാമഗ്രികളും അവർ ഒരുക്കി വെക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പീരങ്കി, മറുഭാഗത്ത് മെഷീൻ ഗണ്ണ്, മിസൈൽസ്, ബോംബുകള്, അങ്ങനെ അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടോ അതെല്ലാം ഒരുക്കി ഓരോരോ ടീമായി നിൽക്കുകയാണ്. ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇനി അഥവാ ട്രോൾ വന്നു കഴിഞ്ഞാല് പല ദിശയിൽ നിന്നും ചറവറ വെടിവെച്ച് ആ ഒരു ട്രോളിനെ ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് ആൽഫ ടീം, ബീറ്റ ടീം, അങ്ങനെയൊക്കെ ഓരോ ടീമായിട്ട് പല സ്ഥലത്തായിട്ട് അവർ നിൽക്കുന്നത്. മാത്രല്ല നമ്മുടെ ക്രിസ്റ്റഫറിന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്, നൈറ്റ് വിഷൻ ഒക്കെ ഉള്ള ബൈനോക്കുലർ. അത് കണ്ടുടനെ ആൻഡ്രിയാസ്, ഓ ഇത് നൈറ്റ് വിഷൻ ബൈനോക്കുലർ അല്ലേ, ഈ കാര്യമൊക്കെ എനിക്കറിയാം, നിങ്ങളുടെ എല്ലാ എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടും എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ. അത് കേട്ട ക്രിസ്റ്റഫർ തമാശ രൂപേണ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ പട്ടാളക്കാരനൊന്നും
ഒന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാന്ന് ചോദിച്ചപ്പോ ഒരേ ഒരു ഉത്തരം, കോൾ ഓഫ് ഡ്യൂട്ടി. അതെ, അവൻ ആ ഗെയിം കളിച്ചിട്ടാണ് കേട്ടോ ആ ഒരു അറിവ് കിട്ടിയത്. അങ്ങനെ ക്രിസ്റ്റഫർ ആ ഒരു ബൈനോക്കുലർ അവന് കൊടുത്തിട്ട് അതിലൂടെയുള്ള വിഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മറുഭാഗത്ത് നമ്മുടെ തോബിയാസ് നോറയോട് ഇങ്ങനെ പറയും, മോളെ ഇവരെല്ലാം വെറുതെ നിൽക്കുകയാണ്, ആ ട്രോള് അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ മരിച്ചു വീഴും, നീ അലേർട്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവര് കാത്തിരുന്ന ട്രോൾ എണീറ്റ് വരും. അവര് കാത്തിരുന്ന ട്രോൾ എന്ന് പറയാൻ പറ്റില്ല, ഇവരുടെയൊക്കെ കാലനായ ആ ഒരു ജീവി. ഇനിയിപ്പോ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. എല്ലാ പട്ടാളക്കാരും അവരുടെ പൊസിഷനിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ആ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിന്റെ അവിടെ നിന്ന് ആ ഒഫീഷ്യൽസ് ഉത്തരവ് കൊടുത്തതോടുകൂടി എല്ലാവരും അവരുടെ ഡ്യൂട്ടി തുടങ്ങുകയാണ്. ട്രോളിനെ കൊല്ലാനുള്ള അവരുടെ ആദ്യ ശ്രമം. എന്തു പറയാനാ, ഇത്രയും ഗതികെട്ടവർ വേറെ എവിടെയില്ല എന്ന് പറഞ്ഞ പോലെ അവരുടെ ഓരോ വെടിയും ഓരോ മിസൈലും എല്ലാം പാഴായി പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ദേഹത്ത് ഒരു കൊതുക് കടിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് വേദനിക്കും, മാത്രമല്ല നമ്മൾ അതിനെ അങ്ങ് കൊന്നുകളയൂലേ. അതേ കാര്യം തന്നെ ഈ ട്രോളും ചെയ്തത്. അവനെ വെടിവെച്ച ഓരോരുത്തരെയും അവൻ ചവിട്ടി അരക്കുകയും കയ്യിൽ കിട്ടിയ ഓരോ വസ്തു എടുത്തെറിയുകയും ചെയ്യും. ട്രോള് മരിക്കില്ല എന്നും തിരിച്ചിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുള്ളത് തോബിയാസ് ഒഴികെ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ നിരപരാധികളായ കുറെ സോൾജിയേഴ്സ് അവിടെ മരിച്ചു വീഴും. ഇപ്പൊ സോൾജിയേഴ്സും തീർന്നു, അവരുടെ കയ്യിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും തീർന്നു. ട്രോളിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്റ്റഫർ നോറയും തോബിയാസിനെയും പിന്നെ ആൻഡ്രിയാസിനെയും കൂടെ ഒരു പാറയുടെ സൈഡിനകത്ത് ഇങ്ങനെ ഒളിപ്പിച്ചിരുത്തുകയാണ്. അവിടെ നോക്കുമ്പോഴോ ഒരു സോൾജിയർ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ജീസസ് എന്നെ രക്ഷിക്കൂ, ഈ ഒരു ജീവിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ നോറയും ക്രിസ്റ്റഫറും എല്ലാം ദേഷ്യപ്പെട്ട് അവനോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു മോനെ ഒന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കെ, ആ ട്രോൾ എങ്ങാനും ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കഥ കഴിയും. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ സോൾജിയർ അതൊന്നും കേൾക്കാതെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതിപ്പോ പണിവാളെന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റഫർ അവരെല്ലാം അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കും. അവന് സോൾജിയർ ഒഴികെ എല്ലാരെയും മാറ്റാൻ കഴിയൂട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ട്രോള് വന്നിട്ട് പതിയെ നമ്മളൊരു പേപ്പറെല്ലാം എടുക്കൂലേ, അതുപോലെ ഈ സോൾജിയറിനെ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് വായിലേക്കിട്ട് ഭക്ഷണമാക്കി മാറ്റി. ഈ ഒരു സംഭവം കൂടെ കണ്ടപ്പോ ക്രിസ്റ്റഫറിന് കാര്യം മനസ്സിലായിട്ടോ, ഇതൊന്നും അവരുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളത്. അവരിവരോടെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് പിന്നോട്ട് തിരിഞ്ഞു ഓടുകയായിരിക്കും. ഈ സമയത്ത് നമ്മുടെ തോബിയാസോ ആ ഒരു ട്രോളിനെ ഇങ്ങനെ ശാന്താക്കാൻ ശ്രമിക്കും. മോനെ ട്രോളെ, ഇങ്ങോട്ടേക്ക് നോക്ക്, ആരും നിന്നെ ഉപദ്രവിക്കില്ല, നീയും ആരെയും ഉപദ്രവിക്കരുത്, എന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, ഇങ്ങോട്ട് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് പതിയെ ട്രോളിനെ ഇങ്ങനെ സമാധാനിപ്പിക്കും. ട്രോളിന്റെ മനസ്സെല്ലാം ശാന്തമായി എന്ന് കണ്ടപ്പോ തന്റെ മകളെ നോക്കിയൊരു ചിരിയുണ്ട്. അക്രമാസക്തമായ ആ ട്രോളിനെ കീഴ്പ്പെടുത്തിയ ഒരു ചിരി. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ ട്രോൾ നേരത്തെ അറ്റാക്ക് ചെയ്തപ്പോ മരിക്കപ്പെടാത്തൊരു സോൾജിയർ ഉണ്ട്. അവൻ അവിടെ കിടന്നൊരു പീരങ്കി എടുത്ത് നമ്മുടെ ട്രോളിന് നേരെ ഒറ്റ ഷൂട്ട്. തോബിയാസ് ഈ ട്രോളിന് നന്നായിട്ട് സമാധാനിപ്പിച്ചിരുന്നാണല്ലേ. ആ സോൾജിയറിനെ വിഡിത്തം കാരണം ട്രോളിന്റെ അടങ്ങിക്കിടന്ന ആ ഒരു ദേഷ്യം വീണ്ടും പുറത്തു വരും. ട്രോള് നേരെ ആ പീരങ്കി ഓടിച്ച ആ ഒരു സോൾജിയറിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തോബിയാസിനെ തട്ടി മാറ്റിയിട്ടാണ് പോകുന്നത്. തട്ടി മാറ്റാന്ന് പറഞ്ഞാല് ട്രോളിന്റെ കൈ കൊണ്ട് പതിയെ ഒന്ന് തലോടുന്നുണ്ട്. ആ ഒരു ആഘാതത്തില് പാവം നമ്മുടെ തോബിയാസ് തെറിച്ചങ്ങ് വീഴും. ട്രോൾ ആ പീരങ്കിയുടെ നേരെയാണല്ലോ പോയിരുന്നത്, അതങ്ങ് ചവിട്ടി പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കുന്നുണ്ട്. നമ്മുടെ തോബിയാസ് മരണത്തോട് മല്ലടിച്ചിരിക്കുകയാണ്. ട്രോളിനെ കുറിച്ച് ഗവേഷണം നടത്താമെന്നതാണ് പാവം. അവന്റെ അവസാനാവുന്നുള്ളത് അവനും വിചാരിച്ചിരുന്നില്ല. മരണക്കിടക്കയിൽ കിടന്ന അന്ത്യാഭിലാഷം പറയുക, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ നോറയുടെ ഒരു കാര്യം പറയൂട്ടോ. പണ്ട് തോബിയാസിനെ ഈ നാട്ടിൽ നിന്നും വിലക്കപ്പെട്ടത് ഒരു കൊട്ടാരത്തിൽ നിന്നാണ്. ആ കൊട്ടാരത്തില് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണെങ്കിൽ നിറച്ച് ട്രോളുകളുടെ അസ്ഥികൂടങ്ങളുണ്ട്. മോളെ നോറ, നീ ആ കൊട്ടാരത്തിന്റെ അങ്ങോട്ടേക്ക് പോകണം. ഈ ട്രോള് പുറത്തു വന്ന ആ വഴി നോക്കുമ്പോൾ നേരെ കൊട്ടാരത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. അതായത് അവന്റെ കുടുംബത്തെ അന്വേഷിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നീ നേരെ കൊട്ടാരത്തിൽ പോയി അവിടെ രാജാവിന്റെ പിഎ ഉണ്ട്, അയാളോട് പോയിട്ട് തോബിയാസിന്റെ മകളാണെന്നും നിന്നെ അണ്ടർഗ്രൗണ്ട് കാണിക്കണമെന്നും പറയണം. അത് കണ്ടാ പിന്നെ നിനക്ക് വിശ്വാസവും കാര്യങ്ങളൊക്കെ. മാത്രല്ല അവിടെ വെച്ച് നിനക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ ട്രോളുകളെ ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത്. ആ ഒരു കാര്യം പറഞ്ഞ് തോബിയാസ് ഈ ലോകത്ത് നിന്നും വിട പറയും. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ട്രോള് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തോബിയാസ് മരിക്കുന്നത് കണ്ട് ചെറിയൊരു കുറ്റബോധത്തോടു കൂടി ട്രോള് അവിടെ നിന്ന് പോകും. അങ്ങനെ പിറ്റേ ദിവസം നോറ കണ്ണു തുറന്നപ്പോ അവൾ വല്ലാത്തൊരു സങ്കടത്തിലാണ്. ഈ ലോകത്ത് ആകെ ഉണ്ടായിരുന്ന അച്ഛൻ അവളെ വിട്ടുപോയി. കുട്ടിക്കാലത്ത് അച്ഛനെ പിരിഞ്ഞ് ജീവിച്ചെങ്കിലും തലേ ദിവസം അച്ഛന്റെ കൂടെയുള്ള ഓരോ മെമ്മറീസും അവളെ കൂടുതൽ സങ്കടപ്പെടുത്തി. അച്ഛന്റെ കൂടെയുള്ള ഓരോ ഫോട്ടോസും നോക്കി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ക്രിസ്റ്റഫറും ആൻഡ്രിയാസും വരുന്നത്. അവർ നോറയെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കും. നോറ, നിന്റെ അച്ഛൻ മരിച്ചത് ഒരു ഹീറോയിനെ പോലെയാണ്. നീ കണ്ടില്ലേ ഇന്നലെ നിന്റെ അച്ഛൻ ആ ട്രോളിനെ സമാധാനപ്പെടുത്തിയതൊക്കെ? പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ല, വരാനുള്ളത് വഴിയിൽ തങ്ങൂല, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തിയായിരിക്കും. ഇതേ സമയം ക്രിസ്റ്റഫർ നോറയോട് ഒരു കാര്യം കൂടെ പറയും. നിന്റെ അച്ഛന്റെ ആശയങ്ങളോട് ആര് യോജിച്ചില്ലെങ്കിലും ഞാനും ആൻഡ്രിയാസും യോജിക്കുന്നുണ്ട്. ആ ജീവി ഒരു ട്രോൾ ആണ് എന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നീ പറ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഈ ട്രോളിനെ ഇല്ലാതാക്കേണ്ടത് എന്നായിരിക്കും ക്രിസ്റ്റഫറിന്റെ ചോദ്യം. സൂര്യപ്രകാശത്തിൽ അവർ വരില്ല, സൂര്യപ്രകാശം തട്ടിയാൽ അവർ ഇല്ലാതാവും എന്നായിരിക്കും നോറയുടെ മറുപടി. ഇത് കേട്ടപ്പോ ക്രിസ്റ്റഫർ ചെറുതായിട്ട് കളിയാക്കിയിട്ടൊക്കെ നോറയോട് പറയും, നീ എന്താ നോറ ബോധമില്ലാതെ സംസാരിക്കുകയാണോ? ഈ ട്രോൾ പുറത്തേക്ക് വന്നത് തന്നെ രാവിലെയാണ്. മാത്രല്ല ആ വൃദ്ധന്റെ വീട് നശിപ്പിച്ചതും സൂര്യപ്രകാശം ഉള്ളപ്പോൾ തന്നെയാണ്. പിന്നെ എങ്ങനെയാ നീ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആവുന്നതെന്ന് ചോദിക്കുമ്പോ നോറ ക്രിസ്റ്റഫറിനോട്, ഓ അത് ശരിയാണല്ലോ,
എന്നാലോ നമ്മൾ വേറെ എന്തെങ്കിലും ലൂപ്പുകൾ കണ്ടെത്തണം, എങ്ങനെങ്കിലും ഈ ട്രോൾസിനെ തുരത്തണം എന്ന് പറയും. അങ്ങനെ കുറച്ച് സമയം ആലോചിച്ച് നോറ അവളുടെ കയ്യിലുള്ള ഒരു ഫെയറി ടെയിൽ സ്റ്റോറിയുടെ ബുക്ക് ഉണ്ട്, ട്രോളിന്റെ സ്റ്റോറിയുള്ള ബുക്ക്. അതിങ്ങനെ കാണിച്ച് ആൻഡ്രിയാസിനോട് പറയും, നീ ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ടോ? ഇതിൽ ട്രോൾസിനെ അടക്കി നിർത്തുന്ന എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതെന്താണ്? അത് വേറെ ഒന്നുമല്ല നോറ, ചർച്ചിലെ അപായമണി ഉണ്ടല്ലോ, അത് മുഴക്കിയാല് ട്രോൾസിന് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ കഴിയും. അങ്ങനെയാണ് ഈ ഫെയറി ടെയിൽ സ്റ്റോറിയിൽ പറഞ്ഞത് എന്ന് ആൻഡ്രിയാസ് നോറയോട് പറയും. ഇപ്പൊ നോറക്ക് ഒരു ഐഡിയ തോന്നും, ഇനി ട്രോൾ പുറത്തു വന്നാല് നമുക്ക് കുറെ ഹെലികോപ്റ്ററിൽ ചർച്ചിന്റെ ബെല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ട്രോളിനെ ചുറ്റി നിൽക്കണം, എന്നിട്ട് ആ ബെല്ലങ്ങ് മുഴക്കാം. അതാവുമ്പോ ട്രോൾസ് പേടിച്ച് വിറച്ച് വന്ന വഴി തന്നെ പോയിക്കോളും. അതായിരിക്കും നോറയുടെ പ്ലാന്. ക്രിസ്റ്റഫറിനോ ഇത് വർക്കാവില്ല എന്നൊക്കെ തോന്നും, പക്ഷെ അവൻ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതിന് സമ്മതിക്കും. അവർ 3 പേരും ചേർന്ന് പ്രൈം മിനിസ്റ്ററിനെയും ആ ഒഫീഷ്യൽസിനെയും ഈ മിഷനെ പറ്റിയൊക്കെ വിവരിച്ചു കൊടുക്കും. പക്ഷേ ഒഫീഷ്യൽസിന് ഇത് വർക്കാവില്ല എന്ന് തോന്നിയെങ്കിലും പ്രൈം മിനിസ്റ്ററിന് ക്രിസ്റ്റഫറിനെ പോലെ തന്നെയാണ്, നോറയെ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ പ്രൈം മിനിസ്റ്റർ ആ മിഷനുള്ള അനുമതി അങ്ങ് കൊടുക്കും. എല്ലാവരും ആ ട്രോളിന്റെ വരവിനായി കാത്തു നിൽക്കും. സിഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു ലേഡി ഓഫീസർ ഉണ്ട്, അവളാണ് ഇപ്പൊ ട്രോളിന്റെ ചലനങ്ങൾ മോണിറ്റർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം സൗത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഹണ്ടർഫോസൺ എന്ന് പറഞ്ഞ ഒരു ഫാമിലി പാർക്ക് ഉണ്ട്. അവിടെ ഒരു ചെറിയ കുട്ടി ഐസ്ക്രീം ഒക്കെ വാങ്ങി ഇങ്ങനെ ഓടി വരുമ്പോൾ ട്രോളിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ഭീമൻ പ്രതിമ കാണും. അതിലെന്തോ ഒരു കൗതുകം തോന്നിയ ആ കുട്ടി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വല്ലാത്തൊരു ശബ്ദം, ഡും ഡും. അതെ, ആ ട്രോൾ തിരികെ വന്നിരിക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ തൊട്ടുപുറകിലായി റിയൽ ആയിട്ടുള്ള ആ ട്രോൾ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോഴാണ് കേട്ടോ ആ നാട്ടിലെ എല്ലാവരും ശരിക്കും ആ ട്രോളിനെ നേരിട്ട് കാണുന്നത്. എല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയം നോറ പറഞ്ഞ ആ ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. ട്രോളിന് ചുറ്റും ബെല്ല് മുഴക്കിക്കൊണ്ട് ഹെലികോപ്റ്റേഴ്സ് ഇങ്ങനെ കറങ്ങുന്നു. ഇപ്പൊ നമ്മുടെ ഈ ട്രോളിന് വല്ലാത്തൊരു ഇറിറ്റേഷൻ വരും. നോറയൊക്കെ അവരുടെ പ്ലാൻ സക്സസ് ആയി എന്ന് വിചാരിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കെ ട്രോൾ പതിയെ നിലത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയുള്ള ഒരു ഐസ്ക്രീം പാർലർ കയ്യിലെടുത്ത് ആ ട്രോൾ എണീറ്റു ആക്രമിക്കാനായിട്ട്. ഇത് കണ്ട ഉടനെ ക്രിസ്റ്റഫർ തന്റെ സോൾജേഴ്സിനോട് ഹെലികോപ്റ്ററിനെ ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യും, വേഗം മിഷൻ അബോർഡ് ചെയ്യേ എന്ന് പറഞ്ഞപ്പോഴേക്കും ട്രോൾ ഒരു ഹെലികോപ്റ്ററിന് നേരെ ഒറ്റയേറി ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് ആ കുട്ടിയില്ലേ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ വീഴാൻ നിൽക്കെ ട്രോൾ കൈകൊണ്ട് ഹെലികോപ്റ്റർ അങ്ങ് പിടിക്കും. എന്നിട്ട് നമ്മുടെ നോറയും ആൻഡ്രിയാസും ഇരിക്കുന്ന ഹെലികോപ്റ്ററിനെ നോക്കി തന്റെ കയ്യിലുള്ള ഹെലികോപ്റ്റർ പീസാക്കി അങ്ങ് മാറ്റും. ശരിക്കും പറഞ്ഞാലേ ഈ ട്രോൾ ഉണ്ടല്ലോ ആ കുട്ടിയുടെ ദേഹത്ത് വീഴുമായിരുന്ന ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അതാണ് നശിപ്പിച്ചത്. അതായത് അതിനെന്തോ കുട്ടികളുടെ ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ ഇല്ലതുപോലെ. ഇത് കണ്ടപ്പോ നോറയ്ക്ക് ഈ ട്രോളിന്റെ വരവിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലായി. കാരണം നിരപരാധിയായ ആരെയും ഈ ട്രോൾ ഉപദ്രവിച്ചിട്ടില്ല, അതിനെ അറ്റാക്ക് ചെയ്യുന്നവരെ മാത്രമേ അത് കൊന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ നോറയുടെ പ്ലാൻ എല്ലാം പാളിപ്പോയില്ലേ. ഇതിനെ തുടർന്ന് പ്രൈം മിനിസ്റ്റർ നോറയുടെ കൂടെ മീറ്റിംഗ് ഒക്കെ വെക്കുന്നുണ്ട്. നോറയോട് ഇനി നിന്റെ ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല കേട്ടോ, നീ ഇവിടെ നിന്ന് പെയ്ക്കോന്ന് പറയും. ഈ ട്രോള് വന്നതിനൊരു കാരണമുണ്ട്, നമ്മൾ അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ നോറ പറഞ്ഞെങ്കിലും പ്രൈം മിനിസ്റ്റർ അവളുടെ വാക്കൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകില്ല. മാത്രമല്ല അവൾ ആ മിഷനിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഏറെ സങ്കടത്തോടെ നോറ പുറത്തുപോയി ആൻഡ്രിയാസിനോടും ക്രിസ്റ്റഫറിനോടും യാത്രയൊക്കെ പറഞ്ഞു പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് അകത്ത് മീറ്റിംഗ് റൂമിൽ പ്രൈം മിനിസ്റ്ററും ഒഫീഷ്യൽസും ഈ ട്രോളിനെ അവരുടെ കയ്യിലുള്ള കൊടും നാശം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള മിസൈലൊക്കെ വിട്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ആൻഡ്രിയാസ് അങ്ങ് വരും. മാത്രമല്ല പിന്നെ നോറ പറഞ്ഞത് ഒട്ടും തള്ളിക്കളയേണ്ട കാര്യമല്ല കേട്ടോ, ഈ ട്രോൾ വന്നതിനൊരു കാരണമുണ്ട്, നമ്മളത് എന്താന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ അവന്റെ അഭിപ്രായം ഇങ്ങനെ പറയുമ്പോൾ ഈ ഇരിക്കുന്ന ഒഫീഷ്യൽസ് ഉണ്ടല്ലോ അവർക്ക് ഈ ആൻഡ്രിയാസിനെ വല്ല ഇഷ്ടമൊന്നുമില്ല. അവരിവനോട് നീ ഏതാടാ ചെക്ക, നിന്റെ അഭിപ്രായം ഇവിടെ ആർക്കും കേൾക്കണ്ട, മര്യാദക്ക് പുറത്തു പോവെന്ന് പറയുമ്പോൾ ആൻഡ്രിയാസ് പ്രൈം മിനിസ്റ്റർ ഒന്നിങ്ങനെ നോക്കും. പ്രൈം മിനിസ്റ്ററും അവനോട് പുറത്തു പോവാൻ പറയൂട്ടോ. അവൻ പുറത്തു പോവും, പക്ഷെ അവന്റെ ID കാർഡ് കൊടുത്ത് ഇനി നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ എന്നെ കിട്ടില്ല, ഇതാ എന്റെ രാജിക്കത്ത് എന്നും പറഞ്ഞ് ആ ID കാർഡ് കൊടുത്ത് അവൻ അവിടെ നിന്ന് പോകും. പക്ഷെ പോകുന്നതിടെ ആ ഒരു ആക്സസ് കാർഡ് വെക്കാതെ ഡോർ ഓപ്പൺ ആവില്ല. പിന്നെ പതിയെ തിരികെ വന്ന് ആ ID കാർഡ് എടുത്ത് ആക്സസും വെച്ച് ആശാൻ പുറത്തോട്ട് പോകും. എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നമ്മളുടെ നോറയുടെ അടുത്തേക്ക്. അവൻ അറിയാം നോറയെ ഒഫീഷ്യലി മിഷനിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അവൾ എങ്ങനെയെങ്കിലും പേഴ്സണലി ഇതിന്റെ പിന്നാലെ വരുമെന്ന്. നേരെ അവളുടെ അടുത്ത് പോയി അവളോട് നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ആ കൊട്ടാരത്തിൽ പോയി നോക്കാം, അവിടെ നിന്ന് എന്തേലും കിട്ടാതിരിക്കില്ല എന്ന് പറയും. അപ്പോ ചുറ്റും എല്ലാ ഓഫീസേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ധൃതിയിൽ ചെയ്യുന്നത് കാണാം. നോറ ആൻഡ്രിയാസിനോട് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിക്കും. പ്രൈം മിനിസ്റ്റർ ഓസ്ലോ നഗരത്തിൽ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു, അവിടെയാണല്ലോ ഈ ഒരു ട്രോൾ ഉള്ളത്, ആ ട്രോളിനെതിരെ മിസൈൽ പ്രയോഗിക്കാനാണ് അവർ തീരുമാനിച്ചതെന്ന് പറയും. മറുഭാഗത്ത് പ്രൈം മിനിസ്റ്റർ പ്രസ് മീറ്റിംഗ് എല്ലാം വിളിച്ച് ജനങ്ങളോട് ഇങ്ങനെ പറയും, നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ആ ഭീകരജീവിയെ ഇന്നത്തോടു കൂടി നമ്മൾ തീർക്കും, അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഇരിക്കണം, ആരും പുറത്തിറങ്ങരുതെന്ന് പറയും. അതിനുശേഷം റോഡിലും പുറത്തുമുള്ള എല്ലാവരെയും അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ് ഓസ്ലോ നഗരത്തെ ഇവാക്യുവേറ്റ് ചെയ്യാനായി തയ്യാറെടുക്കുകയാണ് എല്ലാവരും. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ട്രോളിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തണമല്ലോ, അതിനായി സോൾജിയേഴ്സ് പല ടീമുകളായി ഗണ്ണെല്ലാം ഒരുക്കി വെച്ച് കാത്തു നിന്നു. ട്രോളിനെ കൊല്ലാൻ ഗണ്ണ് പോരാന്ന് അവർക്കറിയാം, പക്ഷേ മിസൈൽ ട്രോളിനെതിരെ പ്രയോഗിക്കണമെങ്കിൽ അതിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പിടിച്ചു നിർത്തണമല്ലോ, അതിനുള്ള ഒരുക്കമായിരുന്നു ഇതെല്ലാം. ഇതിനിടയിൽ നോറയും ആൻഡ്രിയാസും ആ കൊട്ടാരത്തിന്റെ അങ്ങോട്ടേക്ക് പോകും. അവിടെ എത്തി അവരെ ഗാർഡ്സ് അകത്തേക്ക് പോകാനൊന്നും സമ്മതിക്കില്ല. നേരത്തെ തോബിയാസ് ഇവരോട് പറഞ്ഞിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജാവിന്റെ PA കാണണമെന്ന്. ആ വ്യക്തി അങ്ങോട്ടേക്ക് വന്ന് ആരപ്പ പുറത്തേക്ക്
പുറത്ത് എന്നൊക്കെ നോക്കുമ്പോ നോറയെ കാണും. ഓ, നീ നോറയല്ലേ, തോബിയാസിന്റെ മകൾ? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അതും പറഞ്ഞ് ഗേറ്റ് എല്ലാം തുറന്നു കൊടുക്കും. താൻ ആരാണെന്ന് പോലും പറയാതെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയതിന് നോറ ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. അവൾ അങ്ങോട്ടേക്ക് പറയാതെ തന്നെ ഈ വ്യക്തി അവളോട് ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്നും അവിടെ നിനക്ക് ചിലത് കാണാനുണ്ടെന്നും പറയും. തുടർന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഇനി ട്രോൾസ് നമ്മുടെ നാട്ടിലേക്കെങ്ങാനും വന്നാൽ നിന്റെ അച്ഛൻ വരും, അപ്പോ നമുക്ക് ചിലത് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഇപ്പൊ നിന്റെ അച്ഛൻ ജീവനോടെ ഇല്ലല്ലോ മോളെ, സോ നീ വാ, നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് നോക്ക്. അതും പറഞ്ഞ് അവളെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണെങ്കിൽ കംപ്ലീറ്റ് അസ്ഥികൂടങ്ങളെല്ലാം കാണാം. അത് എന്തിന്റെ അസ്ഥികൂടാന്ന് വെച്ചാൽ തോബിയാസ് കളക്ട് ചെയ്ത ട്രോൾസിന്റെ ഒക്കെ അവശിഷ്ടങ്ങളാണ്. അവിടെ കിടന്നൊരു ട്രോളിന്റെ തലയോട്ടി കണ്ട് നോറ അങ്ങോട്ടേക്ക് പോയി അവളുടെ കയ്യിലുള്ള UV റേസ് പുറത്തുവിടുന്ന യന്ത്രല്ലേ, ആ ഒരു ടൂള് അത് വെച്ച് പരിശോധിക്കുമ്പോൾ അതിങ്ങനെ ദ്രവിച്ചു പോകുന്നത് കാണും. ഇപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ ട്രോൾസ് ഒന്നും വെളിച്ചം തട്ടിയെന്ന് വെച്ച് മരിക്കില്ല, പകരം UV റേസ് മാത്രം തട്ടിയാലാണ് ഇവരെല്ലാം ദ്രവിച്ചു പോകുന്നത് എന്ന്. പിന്നെ അവളും ആൻഡ്രിയാസും എന്താ ഇപ്പൊ ചെയ്യാന്നൊക്കെ ആലോചിക്കുമ്പോ അടുത്ത ഐഡിയ തോന്നും, ഈ ട്രോളിനെ എങ്ങനെങ്കിലും ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് അതിന്റെ മേൽ UV റേസ് പല ഭാഗത്തു നിന്നും കൊള്ളിക്കുക, പിന്നെ അത് അവിടെ വെച്ച് മരിച്ചോളൂല്ലോ. പക്ഷെ എങ്ങനെ ഇപ്പൊ ട്രോളിനെ എത്തിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ പിയെ ഒരു കാര്യം കൂടെ പറയും, നോറ നീ ഇപ്പൊ പരിശോധിച്ച ആ ഒരു തലയോട്ടിയില്ലേ, അതൊരു കുട്ടി ട്രോളിന്റെയാണ്. ഒരുപക്ഷെ ഈ ട്രോൾ അവന്റെ ഫാമിലി അന്വേഷിച്ചു വരികയാണോ, അത് ഈ കുട്ടി ട്രോളിന്റെ സ്മെല്ല് പിടിച്ചാണ് വരുന്നത് എന്ന് തോന്നുന്നു എന്ന് പറയും. ഇപ്പൊ നോറക്ക് റൂട്ട് ക്ലിയർ ആയി ഈ തലയോട്ടി വെച്ച് ട്രോളിനെ എങ്ങോട്ട് വേണമെങ്കിലും എത്തിക്കാൻ സാധിക്കും. പക്ഷെ ഇവർ രണ്ടുപേര് മാത്രം നോക്കിയാൽ പരിപാടി ഒന്നും നടക്കൂല. നോറ ഉടനെ തന്നെ ക്രിസ്റ്റഫറിനെ കോൾ ചെയ്ത് അവനോട് ഈ പ്ലാൻ എല്ലാം പറയും. മാത്രല്ല ഒരു ടീമുമായി ഒരു ഗ്രൗണ്ടിന്റെ പേരും പറഞ്ഞു കൊടുത്ത് അവിടെ റെഡിയായി നിൽക്കാൻ പറയും. ക്രിസ്റ്റഫർ എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവന്റെ ഫ്രണ്ടായ അമീറിനെ വിളിച്ച് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടേക്ക് വരാൻ പറയും. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഈ തലയോട്ടി ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകലാണ്. അതിനായി തോബിയാസ് പണ്ട് തലയോട്ടി കൊണ്ടുവന്നൊരു ട്രക്ക് ഉണ്ട്. ഈ പിയെ നോറക്ക് ആ ട്രക്ക് അങ്ങ് കൊടുക്കും. കൊട്ടാരത്തിലെ കാവൽക്കാരെ ഹെൽപ്പോട് കൂടി ആ ട്രക്കിൽ ആ തലയോട്ടി അങ്ങ് കയറ്റും. ഇതേ സമയം ട്രോൾ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി ഹൈവേയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവിടെ കാത്തിരുന്ന സോൾജേഴ്സ് ഒഫീഷ്യൽസിന്റെ പെർമിഷൻ കിട്ടിയതോടുകൂടി ട്രോളിനെ ഫയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഗവൺമെന്റിന്റെ പ്ലാന് ആ മിസൈൽ അങ്ങ് വിടലാണല്ലോ. പ്രൈം മിനിസ്റ്ററും സോൾജേഴ്സിന്റെ ചീഫും എല്ലാവരും അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട സിഗ്രീഡ് ഇല്ലേ, ആ ഒരു ലേഡി ഓഫീസർ, അവള് നേരെ ആൻഡ്രിയാസിനെ വിളിച്ച് മിസൈൽ വിടാൻ പോവാണ്, ഓസ്ലോ നഗരം നശിക്കാൻ പോവാണെന്നൊക്കെ പറയും. ആൻഡ്രിയാസ് ആണെങ്കിൽ ഒരേ ഒരു മറുപടി, നീ വലിയ ഹാക്കർ അല്ലേ, നിനക്ക് സിസ്റ്റം ആക്സസ് ചെയ്ത് മിസൈൽസ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടതോടെ സിഗ്രീഡ് അതിനായുള്ള വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. മിസൈൽ ഹെലികോപ്റ്റർ വഴിയാണ് കേട്ടോ ട്രോളിനെ നേരെ വിടാൻ ശ്രമിക്കുന്നത്. അതിനായുള്ള ഹെലികോപ്റ്റർ റെഡിയായി പൈലറ്റിന് മിസൈൽ വിടാനുള്ള പെർമിഷനൊക്കെ കൊടുത്തു. പക്ഷേ സിഗ്രീഡ് അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മിസൈൽ ഷൂട്ട് ചെയ്യാനും കഴിയില്ല. എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല കേട്ടോ. മിസൈലിന്റെ പ്ലാൻ ഫെയിലായി എന്നുള്ളത് സിഗ്രീഡ് നോറയെയും ആൻഡ്രിയാസിനെ വിളിച്ച് വിവരം അറിയിക്കും. അത് അവർക്ക് വളരെ സന്തോഷമാവും. മാത്രല്ല അവർ ട്രക്കെല്ലാം എടുത്ത് നേരെ ട്രോളിന്റെ നേരെ പോകും, അതിന്റെ ദിശ തിരിക്കാനായിട്ട്. അങ്ങനെ ട്രോളിന് കുട്ടി ട്രോളിന്റെ തലയോട്ടിയുടെ സ്മെല്ല് കിട്ടുകയും ഇവരുടെ ട്രക്കിന്റെ പിന്നാലെ അത് വരികയും ചെയ്യും. പക്ഷേ ഒരു പാലത്തിൽ കയറിയ ഇവരുടെ ട്രക്കിൽ നിന്നും ആ തലയോട്ടി അങ്ങ് താഴെ വീഴും. ഇത് കണ്ട ട്രോള് ഓടി വന്ന ആ തലയോട്ടി അങ്ങ് കയ്യിലെടുക്കും. അപ്പൊ അതിനൊരു കാര്യം മനസ്സിലാകൂട്ടോ, ചെറിയ കുട്ടി ട്രോള് പോലും ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലാന്ന്. ആ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് ക്രിസ്റ്റഫറിന്റെ അടുത്തേക്ക് അമീറും ആ സോൾജേഴ്സും എത്തുകയാണ്. അവരെല്ലാവരും UV റേസ് പുറത്തുവിടാനുള്ള ഉപകരണങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നോറയുടെ കാൾ നേരെ ക്രിസ്റ്റഫറിന്. പിന്നെ ഇനി വെറും 5 മിനിറ്റ് കൊണ്ട് ട്രോൾ അവിടെ എത്തും, പെട്ടെന്ന് എല്ലാം സെറ്റാക്കി നിർത്തിക്കോ അല്ലെങ്കിൽ നമ്മളെല്ലാം നശിക്കുന്നു പറയും. ക്രിസ്റ്റഫർ നേരെ ചെന്ന് തന്റെ സോൾജേഴ്സിനോട്, ഗൈസ് നമുക്ക് ഇനി ഒട്ടും സമയമില്ല, നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ, ആരും ഇങ്ങോട്ടേക്ക് വരുന്ന അതിനെ കണ്ട് പേടിക്കരുത്, നിങ്ങളെല്ലാം സോൾജേഴ്സ് ആണ്, നമ്മുടെ നാടിനെ ഇല്ലാതാക്കുന്ന എന്താണേലും അതിനെ നമ്മൾ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ധൈര്യം കൊടുക്കും. ഒട്ടും താമസിയാതെ അവരെല്ലാം സെറ്റാക്കാൻ ശ്രമിക്കുകയാണ്. മറുഭാഗത്ത് അവസാനമായി ഉണ്ടായിരുന്ന ആ കുട്ടി ട്രോളിന്റെ തലയോട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് ട്രോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഒരു ബിൽഡിങ്ങിന്റെ ഗ്ലാസ്സിൽ ട്രോൾ തന്നെ മുഖം കാണുന്നുണ്ട്. അത് വേറെ ട്രോളാന്ന് വിചാരിച്ച് ആ ഗ്ലാസ്സിൽ തൊടുമ്പോ അതങ്ങ് പൊട്ടും. മാത്രല്ല കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുട്ടി ട്രോളിന്റെ തലയോട്ടി താഴെ വീണ് പൊട്ടിപ്പൊടിയും. ഇനിയിപ്പോ എന്താ ഉണ്ടാവുക പറയണ്ടല്ലോ. തലയോട്ടി കൊടുന്ന ആ ഒരു ട്രക്കിന് നേരെ ഈ ട്രോൾ ഓടി വരും. അപ്പൊ തന്നെ ക്രിസ്റ്റഫറിന് വീണ്ടും അടുത്ത കോൾ, മോനെ ഇനി 5 മിനിറ്റ് പോയിട്ട് ഒരു നിമിഷം പോലും നമ്മളുടെ മുമ്പിലില്ല, ആ ട്രോള് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോറയുടെ കോള്. ഇവരുടെ പ്ലാൻ പ്രകാരം തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഒന്നും കൂടി നടക്കും. എല്ലാ കാര്യത്തിനും എതിരെ നിന്ന ഒരു ഒഫീഷ്യൽ ഇല്ലേ, അവന് നമ്മുടെ സിഗരറ്റിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അവള് പെട്ടെന്ന് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യും. അല്ല എന്തിനാ നീ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തത്, എന്താ നീ അതിൽ ചെയ്തോണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പോ തന്റെ സിസ്റ്റം ആരോ ഹാക്ക് ചെയ്തു, IP അഡ്രസ് നോക്കിയപ്പോ അത് നൈജീരിയാണ് കാണിക്കുന്നത് എന്നൊക്കെ അവൾ ഇങ്ങനെ കള്ളം പറയും. ഇപ്പൊ അവന് മനസ്സിലായി എങ്ങനെയാണ് മിസൈൽ സ്റ്റോപ്പ് ആയത് എന്ന്. അങ്ങനെ ഈ ഒഫീഷ്യൽ സിസ്റ്റം ഓൺലൈനിലാക്കുകയും ഇനി നമുക്ക് ഫയർ ചെയ്യാമെന്ന് ഹെലികോപ്റ്ററിൽ ആ പൈലറ്റ് ഉണ്ടല്ലോ അയാളോട് വിവരം അറിയിക്കുകയാണ്. അപ്പോഴേക്കും നോറയും ആൻഡ്രിയാസും ആ ട്രോളിന് അവർ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. ട്രോള് വളരെ പെട്ടെന്ന് തന്നെ ആ ട്രക്കിനടുത്ത് എത്തിയപ്പോഴേക്കും ആൻഡ്രിയാസിനോട് ആ ട്രക്കിൽ നിന്ന് ചാടാൻ പറഞ്ഞ് നോറയും തന്റെ ജീവൻ രക്ഷിച്ച് ആ ട്രക്കിൽ നിന്ന് ചാടും. ട്രക്ക് കയ്യിലെടുത്ത ട്രോളിന് അതിൽ ആരുമില്ലാന്ന് മനസ്സിലായി. നോറ താഴെ കിടക്കുന്നത് കണ്ടപ്പോ നോറയെ കാലുകൊണ്ട് ചവിട്ടി കൊല്ലാനായി നിൽക്കും. ഈ സമയം നമ്മുടെ ക്രിസ്റ്റഫർ ട്രോളിന് ചുറ്റും ഒരുക്കിയ ആ UV റേസ് ഉണ്ടല്ലോ ആ മെഷീനുകൾ അത്
അത് ഘടിപ്പിച്ച ട്രക്കിന്റെ അലാറം എല്ലാം ഓണാക്കാൻ പറയും. എല്ലാ സൈറും മുഴങ്ങിയപ്പോ ട്രോളിന്റെ ശ്രദ്ധ അതിലേക്കായി. മാത്രല്ല UV റേസും അവിടെ ഓണാക്കുകയും ചെയ്യും. ഇപ്പോ ആ ട്രോൾ അവൻ UV റേസ് തട്ടി പതിയെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി നോറയുടെ ആ പ്ലാൻ വർക്ക് ആവുന്നുണ്ടെന്ന്. ഗവൺമെന്റിന്റെ പ്ലാന് മിസൈൽ വിടുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ മിസൈലിന്റെ സിസ്റ്റം ഓൺലൈനിലുമാണ്. ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് എന്താണ് സർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. സോൾജിയേഴ്സിന്റെ ചീഫ് മിഷൻ അബോർട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിലും മറ്റേ നെഗറ്റീവ് മാത്രം പറയുന്ന ഒഫീഷ്യൽ ഉണ്ടല്ലോ. നോ, മിസൈൽ വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ട്രോളിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നവരെ നിർബന്ധിക്കുന്നുണ്ട്. ഇത് കണ്ട സിഗ്രിഡ് അവനെ അങ്ങ് പിടിച്ച് ഒന്നങ്ങ് കൊടുക്കും. അവന്റെ ചെവിയിൽ നിന്ന് പൊന്നിച്ച് പറക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു അടി. അവളൊരു സുപ്പീരിയറിനെയാണ് ഇപ്പൊ അടിച്ചത്. പക്ഷേ ആ ചീഫ് ഓഫീസർ അവളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്തായാലും ട്രോള് പതിയെ ദ്രവിച്ചുകൊണ്ടിരിക്കെ നോറക്ക് അതിന്റെ മുഖത്ത് നോക്കിയപ്പോ സങ്കടം വരും. നമുക്ക് ഈ പ്ലാൻ അബോർട്ട് ചെയ്യാം, അതിനെ നമ്മൾ കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞ് UV റേസ് വിടുന്ന മെഷീൻസ് എല്ലാം ഓഫാക്കും. എന്നിട്ട് പതിയെ അതിന്റെ അടുത്ത് പോയി, നീ എവിടെ നിന്നാണോ വന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് തന്നെ പോയിക്കോളൂ. ഇവിടെ ആരും നിന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല, നീ കാരണം എല്ലാവർക്കും നാശനഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ അതിനിങ്ങനെ പറഞ്ഞു കൊടുക്കും. ട്രോളിന് മനസ്സിലായിട്ടാണോ എന്താണെന്നറിയില്ല, അത് പതിയെ തിരിഞ്ഞു പോകാൻ നിൽക്കെ ദൈവത്തിന്റെ വെളിച്ചം അതിന്റെ മുകളിൽ പതിക്കും. അതെ, സൂര്യൻ ഉദിച്ചു തുടങ്ങി. സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള UV റേസ് അത് ട്രോളിന്റെ മുകളിൽ പതിക്കാൻ തുടങ്ങി. അവൻ പതിയെ ദ്രവിച്ചു, പിന്നെ നിലത്തങ്ങ് വീണു. ഇപ്പൊ അവൻ വീണ ആ ഒരു സ്ഥലം വലിയൊരു മൗണ്ടനായി രൂപീകരിച്ചു. തനിക്ക് ഈ ട്രോളിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടത്തോടെ നിൽക്കുന്ന നോറയുടെ അടുത്തേക്ക് നമ്മുടെ ആൻഡ്രിയാസ് വരികയാണ്. മാത്രല്ല അവൻ നോറയോട് ഇങ്ങനെ പറയും, നോറ, നീ നിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, നീ അതിനെ സംരക്ഷിക്കാനൊക്കെ നോക്കി, പക്ഷെ വിധി മറ്റൊന്നായിരുന്നു, അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ അവൻ ഇങ്ങനെ അവളെ കൂളാക്കാനായിട്ട് ഒരു കാര്യം കൂടെ പറയും, ഈ മൗണ്ടൈനെ ഹിസ്റ്ററിയിൽ ഇടം പിടിക്കാൻ പോവാണ്, അതുകൊണ്ട് ഈ ഒരു മൗണ്ടൈനെ നമ്മൾ എന്ത് വിളിക്കും, ട്രോൾ റോക്ക് എന്നോ അതോ വേറെ എന്തെങ്കിലും വിളിക്കണോ? അത് കേട്ടപ്പോ ചെറിയൊരു ചിരിയോടെ നോറ ഇങ്ങനെ പറയും, നമുക്കിതിനെ തോബിയാസ് റോക്ക് എന്ന് വിളിക്കാന്ന്. എല്ലാവരും ഈ ട്രോൾ പോയതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കെ പ്രൈം മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വന്ന് നോറയുടെ ഈ ഒരു പ്ലാനിനെ അപ്രീഷിയേറ്റ് ചെയ്യൂ. പ്രൊഫസർ നോറ, നീ ചെയ്ത് നല്ല കാര്യമാണ്, ഈ ഒരു പ്ലാന് കൊണ്ട് ഓസ്ലോ നഗരം നശിച്ചില്ല, നീ ശരിക്കൊരു ധൈര്യശാലിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ പുകഴ്ത്തും. ഇതിനിടയിലൂടെ നമ്മുടെ ആൻഡ്രിയാസ് വന്ന് പ്രൈം മിനിസ്റ്ററോട് ഒരു കാര്യം, പിന്നെ അന്ന് ഞാൻ രാജിക്കത്ത് തന്നിട്ടില്ല കേട്ടോ, ഞാൻ വെച്ച ID കാർഡ് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ജോലിയിൽ നിന്നൊന്നും പിരിച്ചുവിടാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് നേരെ നോറയുടെ അടുത്തേക്ക് ചെല്ലും. മാത്രല്ല ഈ ഒരു കഥയുടെ അവസാന വരി എന്നൊക്കെ പറയൂലേ, അതുപോലെ അവന്റെ ഒരു ചോദ്യമുണ്ട്, ഈ ട്രോളാണ് അവസാന ട്രോൾ എന്ന് നമുക്ക് എങ്ങനെ അറിയാം, ഇനിയും ട്രോൾസ് വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അതായിരുന്നു അവന്റെ ആ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് നോറ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ ഒരു കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു തുരങ്കുണ്ടാക്കിയ മൗണ്ടെയിനില്ലേ, അതിന്റെ അകത്തു നിന്ന് പാറകൾക്കിടയിൽ നിന്നും ഒരു അനക്കം കാണാം, പുതിയൊരു ട്രോൾ വരുന്നത് പോലെ. അതെ, ഇപ്പൊ നിങ്ങൾ കേട്ടതും കണ്ടതും ട്രോളിന്റെ 1ാം ഭാഗം മാത്രം. ഇതിന്റെ 2ാം ഭാഗം ഈ കൊല്ലം തന്നെ റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണോ റിലീസ് ആവുന്നത് ആ ഉടനെ തന്നെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പൊന്നുമക്കളെ, കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോ അടുത്തൊരു കഥയുമായി വരുന്നത് വരെ ചെറിയൊരു കുട്ടി ബ്രേക്ക്.